ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളൊരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ പേനയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ക്യാപ്പൊക്കെ ഉള്ളൊരു പേപ്പർ പേനയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്, ലീഫ് ലെയർ, ഒരു വൈറ്റ് പേപ്പർ. അതിനുശേഷം ഈ വൈറ്റ് പേപ്പറിനെ രണ്ടായിട്ട് മടക്കി അതൊന്ന് കീറി കൊടുക്കുന്നുണ്ട്. ഈ കീറിയ വൈറ്റ് പേപ്പറിൽ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ ലീഫ് ലെയർ അതിൽ വെച്ച് ഇത് ചുരുട്ടി കൊടുക്കുന്നു. ലീഫ് ലെയർ ചുരുക്കി നമ്മൾ ചുരുട്ടി കൊടുക്കുന്നു. ഇച്ചിരി ലൂസായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് ചുരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ടേപ്പോ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ടേപ്പോ പശയോ വെച്ചൊട്ടിക്കാൻ ഞങ്ങളുടെ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. ടേപ്പൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ലീഫ് ലെയർ ഉരുപ്പോവാതിരിക്കാൻ വേണ്ടി ഒരു ടേപ്പും കൂടെ വെച്ചിട്ട് നമ്മൾ ആ പേപ്പറും ലീഫ് ലെയറും കൂടെ ജോയിൻ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ പേപ്പർ വെച്ച് നമ്മൾ ചുറ്റി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ലീഫ് ലെയറിൽ നിന്ന് കുറച്ച് ഭാഗം വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത പേപ്പർ അതേ നമുക്ക് ചുരുട്ടി കൊടുക്കണം. അതാണ് നമ്മൾ ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. അടുത്ത പേപ്പറും തുമ്പ് ഭാഗം അതേപോലെ കട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി മേളിലുള്ള പേപ്പർ വെച്ചിട്ട് ഇത് പൊതിയണം. നമ്മൾ നേരത്തെ രണ്ട് പേപ്പർ ചുറ്റിയാൽ പേനയ്ക്ക് ആ ലീഫ് ലെയർ മാത്രമേ ഉള്ളതുകൊണ്ട് ഒരു കട്ടി ഇട്ടാൻ വേണ്ടിയിട്ടാണ്, എഴുതുമ്പോൾ ലീഫ് ലെയർ കുലുങ്ങാതിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഗിഫ്റ്റ് പേപ്പറോ മറ്റ് പേപ്പറോ ഉണ്ടെങ്കിലും വെച്ച് നമുക്ക് പൊതിയും. ഗിഫ്റ്റ് പേപ്പർ അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഇനി തുമ്പ് ഭാഗം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതുപോലെ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ടേപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേനയുടെ ക്യാപ്പ് ഉണ്ടാക്കാം. നമ്മൾ വേറൊരു പീസ് പേപ്പർ എടുത്ത് അത് ഇതുപോലെ ഒന്ന് മടക്കി ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത പേപ്പർ പേനയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അളവിനൊന്ന് ചുരുട്ടിയെടുക്കണം. ഒരുപാട് ലൂസായാൽ ക്യാപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇച്ചിരി മുറുക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നാൽ ഒരുപാട് മുറുകാനും പാടില്ല. അപ്പോൾ ഞങ്ങളിവിടെ ക്യാപ്പ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ടൈറ്റാക്കി ലെവൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ രണ്ട് സൈഡിൽ നിന്ന് പഠിച്ച് വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ലെവലിൽ കിട്ടാൻ വേണ്ടി നമ്മളത് കട്ട് ചെയ്യും. നമുക്കതൊന്ന് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. നമ്മൾ പേന ചെയ്ത അതേ രീതിയിൽ തന്നെ ക്യാപ്പിലും തുമ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ആ ടേപ്പ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേന അതിനകത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേപ്പർ പേന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ക്യൂട്ടായിട്ടുള്ള പേപ്പർ പേന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയും ഇതുപോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.